എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. 2 രീതിയിൽ നോക്കാം. ഒന്ന് അവരുടെ ഏറ്റവും ആഴത്തിലുള്ള അവരുടെ ആഹ്, എന്താ പറയാ, ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്കായിട്ട്, അതായത് ഹൃദയത്തിൽ നിന്നുള്ള അവരുടെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് ആദ്യത്തേത്. രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് പ്രാക്ടിക്കലായിട്ട് അവര് നിങ്ങളുടെ റിലേഷനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അവരുടെ ഇമോഷണൽ തോട്ട്സ്, പ്രാക്ടിക്കൽ തോട്ട്സ്. ഓക്കെ. കാരണം തടസ്സങ്ങളുണ്ട്. നമുക്ക് അറിയാം, നിങ്ങളുടെ റിലേഷനിൽ പലരും തന്നെ തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നമ്മളിത് രണ്ടും നോക്കാൻ പോവാണ്. എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ വരുന്നത്? ചില സമയങ്ങളിൽ അവർ പ്രാക്ടിക്കലി ചിന്തിക്കുന്നതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ഇമോഷണൽ തിങ്കിങ്ങിൽ എന്താണ്, പ്രാക്ടിക്കൽ തിങ്കിങ്ങിൽ എന്താണ്, അങ്ങനെ നോക്കാം നമുക്ക്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സ്, തോട്ട്സ് എന്താണെന്ന് നോക്കാം. ഡിവൈൻ, പ്ലീസ് ഹെൽപ്പ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തി. ആ വ്യക്തി, അവർ ഇപ്പോൾ ഓർക്കുന്ന ആ വ്യക്തിയുടെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന് തന്നെ ആയിക്കോട്ടെ, അതെന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. അവരുടെ ഏറ്റവും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഇമോഷണലായിട്ട് അവർ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി ആലോചിക്കാറെന്ന് പറഞ്ഞു തരും. എടുക്കട്ടെ. സ്റ്റാർ, ഡെവിൾ, ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് വാൻഡ്സ്, ശരി, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് വാൻഡ്സ്, 2 ഓഫ് കപ്സ്. അതാണ് എംപ്രസ്. ഇമോഷണലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? ലവേഴ്സ്, ഗുഡ്, നൈറ്റ് ഓഫ് കപ്സ്. ചിലരുടെയെങ്കിലും പേഴ്സൺ ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇമോഷണലായിട്ട് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും ലക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്, എക്സൈറ്റഡ് ആവാറുണ്ട്. ഓക്കെ. നിങ്ങളെന്നും കാണണം, നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നെല്ലാം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാറുണ്ട് കേട്ടോ. നിങ്ങളെ പ്രതി വല്ലാത്തൊരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഫിസിക്കൽ ആവട്ടെ, മെൻ്റലി ആവട്ടെ, അവർ 2 രീതിയിലും തന്നെ നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത അത്രയും ഒരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളോടുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് അവരുടെ സ്നേഹം മനസ്സ് നിറഞ്ഞു കവിയുന്ന അത്രയും അവർ ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപാട് സ്നേഹത്തോടെ മാത്രമാണ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കാറ്. ഓക്കെ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഒബ്സഷൻ പോലെ, ഒരു അഡിക്ഷൻ പോലെ ആയിക്കഴിഞ്ഞു. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ അവരങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ എപ്പോഴും നിങ്ങൾ എന്താണ് ഓൺലൈനിൽ ഉണ്ടോ, നിങ്ങൾ എന്താണ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ പിക്ചേഴ്സ് ആയിരിക്കാം, അതെടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ മെസ്സേജസ് നോക്കുന്നുണ്ടായിരിക്കും. മെസ്സേജ് നിങ്ങൾ അയച്ചിട്ടില്ലെങ്കിൽ അയച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വോയിസ് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് എന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം എന്നും ഇവർ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 3 ഓഫ് വാൻഡ്സ് വെച്ച് പലരുടെയും പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം എന്നും കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ പാരൻസ് ആവാം, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഈവൻ അല്ലെങ്കിൽ സ്പൗസ്, കുട്ടികൾ, അങ്ങനെയും ആവാം കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് റെസ്പോൺസിബിലിറ്റീസ്, മെയിനായിട്ട് അത് തന്നെയാണ്. തേർഡ് പാർട്ടി റിലേറ്റഡ് ആയാലും റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ കൂടുതലായിട്ടും
കാണുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം, എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ വേറെന്താണ്, നിങ്ങളുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, നിങ്ങളെ സഹായിക്കണം, അങ്ങനെയെല്ലാം തന്നെ അവർ വളരെയധികം ഇമോഷണലായിട്ട് ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഉടനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. 4 ഓഫ് വാൻസ് വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം എല്ലാം വേണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുമായിട്ടൊരു വിവാഹം എല്ലാം തന്നെയാണ്. നാലാൾ അറിയേ നിങ്ങളെ കൈപിടിച്ച് കൂടെ കൂട്ടണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ലോകത്തോട് അനൗൺസ് ചെയ്യണം നിങ്ങൾ അവരുടെ ആണ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് റീയൂണിയൻ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളെ വന്ന് കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാണുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ട്, വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം, കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. റീയൂണിയൻ വളരെയധികം അവർ ആഗ്രഹിക്കുന്നു. എംപ്രസ് വെച്ചിട്ട് നിങ്ങളുടെ മുഖം സദാ നേരവും അവരുടെ മനസ്സിലുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു മദർലി കെയർ ആയിരിക്കും, അത് സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ. ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെ അത്രയും കെയറിലാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നോക്കിയിട്ടുള്ളത്. ആ ഒരു ഫീലിംഗ് അവർക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ കാണാനും വളരെ നല്ല ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ തിരിച്ചുമായിരിക്കാം ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ത്രൂ ആണ്, നിങ്ങളിൽ ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം. നിങ്ങളെ പോലെ ഒരാളെ അവർ കണ്ടിട്ടില്ല അവരുടെ ലൈഫിൽ. അവരങ്ങനെ ഒരാളെ അവരുടെ ലൈഫിൽ ഇതുവരെയും കടന്നു പോയിട്ടില്ല നിങ്ങളല്ലാതെ. അപ്പം നിങ്ങളെ മറക്കാനൊന്നും അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് അവർക്ക് തോന്നാറുണ്ട്. വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നാറുണ്ട് കേട്ടോ. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് അവർ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിക്കേണ്ടുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നും കാണുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു ആവാം. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ കണ്ട് സംസാരിച്ച് പരിഹരിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ വിട്ടുപോകുന്നത് അവർക്ക് ഓർക്കാൻ സാധിക്കില്ല. എന്ത് തരം തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് കാർഡ്സ് കൂടി തരും ഡിവൈൻ. ഇമോഷണൽ തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. ക്വീൻ ഓഫ് കപ്സ് ഇമോഷൻസ് തന്നെയാണ്. ആലോചിക്കുമ്പോൾ സങ്കടവും മനസ്സ് നിറഞ്ഞിട്ടുണ്ടല്ലോ, ചില സമയം കണ്ണ് നിറഞ്ഞു വരും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. നിങ്ങളുടെ മൂമെൻറ്റ്സ് ആലോചിക്കുമ്പോൾ, മിസ് ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നില്ലേ. ഒരു നിമിഷം ആയാലും ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ പിക്ചർ കാണുമ്പോൾ സങ്കടം വരിക, സ്നേഹം കൂടിയിട്ട് സങ്കടം വരിക, സന്തോഷം വരിക, അങ്ങനെ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇവർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. 8 ഓഫ് വാൻസ് നിങ്ങളുമായിട്ട് എന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി സ്പീഡായിട്ട് ആക്ഷൻസ് എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും അമാന്തം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനി വേണ്ട, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാം എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. എന്ത് മോശപ്പെട്ട സമയമാണെങ്കിൽ അതെല്ലാം മാറി വരും, എല്ലാം ശരിയാവും. നിങ്ങളുടെ റിലേഷൻ ഒരു ബാലൻസിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ജന്മജന്മാന്തര ബന്ധമാണ് നിങ്ങളുടെ എന്ന് അവർക്ക് എപ്പോഴും തോന്നാറുണ്ട്. വല്ലാത്തൊരു മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു. തമ്മിൽ കാണാതിരിക്കുമ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അവിടെ വീണ്ടും പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഒരു ബന്ധമാണ് കാണുന്നത്. ഓക്കെ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. കാരണം ഹൈലി ഇമോഷണൽ ആണ് നിങ്ങൾ
നിങ്ങളെ പ്രതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും വേണമെന്ന് തന്നെ അവരാഗ്രഹിക്കേണ്ടത്. ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരേ ഒരു കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോവാം. നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇവർ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഇവർക്ക് കേട്ടോ. ഇരുന്ന് ചിന്തിക്കും, എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം തരണം ചെയ്ത് ഇതൊരറ്റം എത്തിക്കണമല്ലോ എന്നൊരു ചിന്തയുണ്ടല്ലോ, ആ ചിന്ത ഇവരെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. പല പല തടസ്സങ്ങളായിരിക്കാം. രാത്രി മൊത്തം ഉറങ്ങാതെ എണീറ്റിരിക്കലാണ് പണി. ചിന്തകൾ തീരാത്തൊരവസ്ഥ അങ്ങനെയും അവർ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നത്. ഓക്കെ, തീരുമാനങ്ങൾ എത്രയും വേഗം എടുക്കണമെന്നുണ്ട്, ചില തടസ്സങ്ങൾ വരുന്നു, കൺഫ്യൂഷൻ ആവുന്നു, അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷണൽ തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട്. ഇനി നമുക്ക് പ്രാക്ടിക്കലി അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ചിന്തിക്കാറുള്ളത് എന്ന് പറഞ്ഞു തരൂ. ഇമോഷണലി അവർ വളരെയധികം സ്നേഹത്തിലാണ്, പക്ഷെ പ്രാക്ടിക്കൽ ചിന്തകൾ ഉണ്ടാവുമല്ലോ ഒരു വ്യക്തിക്ക്. ആ ചിന്തകൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരൂ. എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ അവർ ഫേസ് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ? പ്രാക്ടിക്കൽ തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. മോസ്റ്റ് പ്രാക്ടിക്കലായിട്ട് അവരെന്താണ് ചിന്തിക്കുന്നത്? ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, 10 ഓഫ് കപ്സ്. ഓക്കെ, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, 2 ഓഫ് സ്വാർഡ്സ്, 9 ഓഫ് സ്വാർഡ്സ്, ടെമ്പറൻസ്, 7 ഓഫ് പെൻഡക്കിൾസ്, ദ മൂൺ. ചിലത് ക്ലാരിഫൈ ചെയ്യണം എനിക്ക്, ഞാൻ ചെയ്യാം കേട്ടോ. 4 ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്. 4 ഓഫ് വാൻഡ്സിൽ എന്താ കൺഫ്യൂഷൻ? ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്, clarify 9 of swords, clarify 9 of swords, king of pentacles. Okay, clarify king of wands, clarify king of wands, clarify king of wands, 3 of wands. Obviously, clarify 4 of wands, clarify 4 of wands, clarify 4 of wands, the emperor. പ്രാക്ടിക്കൽ തോട്ട്സിൽ ആദ്യമായിട്ട് കാണുന്നത് അവരുടെ അമ്മയുടെ സമ്മതത്തെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് കേട്ടോ. പാരൻസ് എന്ന് തന്നെ എടുത്തോളൂ, അമ്മയെ മാത്രമായിട്ട് പറയണ്ട. നമുക്ക് അവരുടെ പാരൻസിൻ്റെ സമ്മതം കിട്ടുമോ ഇല്ലയോ എന്ന് അവർ വളരെയധികം ബോധേഡാവുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അമ്മയാവാം, ചേച്ചിയാവാം, ഒരു ഫീമെയിൽ പ്രസൻസ് ആണ് അവരുടെ ലൈഫിലുള്ള. അവരുടെ സമ്മതം ഈ റിലേഷൻഷിപ്പിന് കിട്ടുമോ, പ്രാക്ടിക്കലി അവരെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സമ്മതിപ്പിക്കാൻ പറ്റുമോ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് വേണമെന്നവർ ആഗ്രഹിക്കുന്നു കേട്ടോ. അവരുടെ സമ്മതത്തോടു കൂടി വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടൊരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. 10 ഓഫ് കപ്സ് വെച്ച് പലർക്കും ഒരു ഫാമിലി ഉണ്ട്. ഏത് സൈഡിലാവാം, നിങ്ങളുടെ സൈഡിലാവാം, അവരുടെ സൈഡിലാവാം. ഫാമിലി എന്ന് പറയുന്നത് അവിടെ മാരീഡ് തന്നെയാണ്. ഓക്കെ, ഫാമിലി അവിടെ ഉള്ളപ്പോൾ പ്രാക്ടിക്കലി അവരെ കളഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റില്ല അല്ലേ. അപ്പൊ കൂടുതലായിട്ട് ശ്രദ്ധ അവിടേക്ക് ചെലുത്തേണ്ടിയിരിക്കുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. സ്പൗസ് ആവട്ടെ, കുട്ടികളാവട്ടെ, അച്ഛനമ്മമാരാവട്ടെ, അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കരുതൽ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഫോക്കസ് ചെയ്തേ മതിയാകൂ. അതായത് അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ആ കുടുംബ
ആ കുടുംബത്തെ കൈയൊഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ലൈഫ് ഉണ്ടാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അത് അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അവരൊന്നുകിൽ അവരുടെ പാരൻസിനെ ഡിപ്പെൻഡൻ്റ് ആണ് ഇപ്പോഴും പൈസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലി ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സേവിങ്സ് ആയിട്ടുണ്ടാവില്ല, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അവരൊന്ന് ജഗിള് ചെയ്യുന്നതായിട്ട്, സംശയിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു. പ്രാക്ടിക്കൽ തിങ്കിങ്ങിൽ അതാണ് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. ആദ്യം അത് ശരിയാവട്ടെ, എന്നിട്ട് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ. 2 ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ 2 സിറ്റുവേഷനിൽ പെട്ട് ജഗിള് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് മുന്നോട്ടും പോകാൻ വയ്യ, പുറകോട്ടും പോകാൻ വയ്യ എന്നുള്ളൊരവസ്ഥ. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ അവർ ജഗിള് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് പെന്റക്കിൾസ്, 9 ഓഫ് സ്വാർട്സ് വെച്ചിട്ട് ഇവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഇവരുടെ ഫാമിലിയിലുണ്ട്. ഇവർ മിക്കവാറും ആ കുടുംബത്തിലുള്ള മൂത്ത മകൻ, മകൾ അങ്ങനെയൊക്കെ ആയിരിക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഇവരുടെ ചുമലിലാണ്. അത് അവർക്ക് ഉടനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. പക്ഷെ അത് ഓർത്തിട്ട് അവർ വല്ലാതെ സ്ട്രെസ് ആവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസിന്റെ സ്ട്രെസ്, മറ്റേ സൈഡിൽ നിങ്ങളെ ഹാങ്ങിങ് ആയിട്ട് നിർത്തേണ്ടുന്ന ആ ഒരു സ്ട്രെസ്, അങ്ങനെയും അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെയും ഒരു ജഗ്ലിംഗ് ആണ്, തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ സ്പിരിച്വലി കൂടുതലായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഞാൻ പറയുന്നത് ക്ഷമിക്കുക, ആരെങ്കിലും ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ചില വിഭാഗങ്ങളിൽപ്പെട്ട പ്രീസ്റ്റ്, അതായത് ഇവർക്ക് വിവാഹം പോസിബിൾ അല്ല, പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ വന്നുപോയി അവിടെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവര് ഇത് പോസിബിൾ അല്ലല്ലോ, ആ ഒരു വിവാഹം പോസിബിൾ അല്ലാത്ത സ്ഥിതിക്ക് അവിടെ അത് പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ആരെങ്കിലും ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. 7 ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കാം. കുറച്ച് സാമ്പത്തികം അവർ എന്തിലോ പുതിയൊരു സംരംഭത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ്, അതൊരു പ്രോഫിറ്റിലാവുന്നതിന് മുന്നേ അവർക്കൊരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ സാധ്യമല്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ ഫോക്കസ് കൂടുതലായിട്ടും ആ ബിസിനസ്സിനെ കെട്ടിപ്പടുക്കുന്നതിൽ, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിനെ സക്സസ് ആക്കുന്നതിൽ, അതിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അത് നന്നാക്കി എടുക്കണം, അവിടെയെല്ലാം ശരിയാക്കി എടുക്കണം എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണ് പ്രബലമായിട്ടുള്ളത്. റിലേഷൻഷിപ്പ് ഒരു ബാക്ക് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണുന്നു. 3 ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ ദ മൂൺ, ക്ലാരിഫൈ ദ മൂൺ, ക്ലാരിഫൈ ദ മൂൺ. അവിടെ എന്താണ് പ്രാക്ടിക്കൽ തിങ്കിങ് അവർക്ക് വരുന്നത് ഡിവൈൻ? എന്താണ് ഇവിടെ തടസ്സം ഡിവൈൻ? എന്താണ് അവരുടെ പ്രാക്ടിക്കൽ തിങ്കിങ്ങിൽ കാണുന്നത്? 2 ഓഫ് പെന്റക്കിൾസ്. അതായത് നിങ്ങൾ ഒരു പക്ഷേ അവർക്ക് ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇൻസെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ആ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് ഇവരുടെ കൂടെ വരാൻ തയ്യാറാണോ എന്ന് ഇവർക്ക് ഉറപ്പില്ല. നിങ്ങളൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നത് അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. പ്രാക്ടിക്കലി അവർ ചിന്തിക്കുകയാണ് അവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആണ്, അവരെ ഉപേക്ഷിച്ച് ഇവര് എൻ്റെ കൂടെ വരാൻ സാധ്യതയില്ല, എന്നെ സ്നേഹിക്കാൻ സാധ്യതയില്ല എന്നൊരു പ്രാക്ടിക്കൽ തോന്നുന്നു എന്നും അവിടെ കാണുന്നു കേട്ടോ. 4 ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നു, നിങ്ങൾക്കല്ല, നിങ്ങളുടെ പേഴ്സണ് കേട്ടോ. 4 ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് തുറന്നു പറഞ്ഞു കാണില്ല, മനസ്സിലടക്കി പിടിക്കുന്നതായിട്ട് കാണുന്നു. കാരണം പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ചിലപ്പോൾ ഒരു ഫാമിലി ഓൾറെഡി ഉണ്ട്. അതെല്ലാം ആലോചിച്ചിട്ട്, തടസ്സങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്, സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് തുറന്ന് എക്സ്പ്രസ് ചെയ്ത് കാണില്ല. അതൊരു തുറന്നു പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 3 ഓഫ് കപ്സ് വെച്ച് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കണം. അപ്പൊ ഇവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ? ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവര് ഇങ്ങനെ ഓരോ ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നവര് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു കേട്ടോ.
കിങ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഇവർ ഫീൽ ചെയ്യാറുണ്ടെങ്കിലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒപ്പം തന്നെ ലോങ് ഡിസ്റ്റൻസും ഇത് രണ്ടും തന്നെ അവരെ വല്ലാതെ വലയ്ക്കുന്നതായിട്ട് കാണുന്നു. ഇത് ശരിയാകുമോ? അവരോട് ചെയ്യുന്ന തെറ്റല്ലേ? രണ്ട് സൈഡിലും നിങ്ങളുടെ അവരുടെ തേർഡ് പാർട്ടിയോട് അവർ ചെയ്യുന്ന തെറ്റല്ലേ? അതേസമയം നിങ്ങളോടും ചെയ്യുന്ന തെറ്റല്ലേ? തേർഡ് പാർട്ടി ഉള്ളപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നേഹം അറിയിക്കുന്ന അതും തെറ്റല്ലേ എന്നുള്ള രീതിയിൽ ശരിയും തെറ്റും എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇനി പേജ് ഓഫ് കപ്സ് എന്താണെന്ന് നോക്കട്ടെ. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. ഹെയറോഫന്റ്. ഓക്കെ, നിങ്ങൾ ഇവരുമായിട്ട് റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം കേട്ടോ. സ്ഥിരമായിട്ട് സംസാരിക്കാൻ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഉയർന്ന പദവി വഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഒരു കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ ഡിഫറൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് എന്താ പറയുക, ഇവരൊരു പക്ഷേ കമ്മിറ്റഡും ആയിരിക്കാം, ലൈക്ക് മാരീഡും ആയിരിക്കാം, കമ്മിറ്റഡ് ആയിരിക്കാം. അപ്പം ആ സിറ്റുവേഷനിൽ ഈ സംസാരം കമ്മ്യൂണിക്കേഷനിൽ മാത്രം നിർത്തിയാൽ മതി കാര്യങ്ങൾ. കാരണം ഇത്രയും തടസ്സങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ മാത്രം തമ്മിൽ കണ്ട് സംസാരിക്കുക, അതിൽ സന്തോഷിക്കുക എന്നുള്ള രീതിയിൽ അത് മതി എന്നുള്ളൊരു പ്രാക്ടിക്കൽ തോട്ട്. കാരണം ഇപ്പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്, ഇതെല്ലാം തരണം ചെയ്ത് അതൊരു യൂണിയനിൽ എത്താനുള്ള സാധ്യത കുറവാണെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. കേസ് ബൈ കേസ് എടുത്തോളാം കേട്ടോ, എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. അവിടെ അവർ ചിന്തിക്കുന്ന ഇങ്ങനെ അങ്ങ് പോകട്ടെ, കാണുമ്പോൾ സംസാരിക്കുക, കുറച്ച് ഹാപ്പി മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യുക, തിരിച്ചു പോവുക, അങ്ങനെയുള്ള രീതിയിൽ മതി എന്ന് അവർ പ്രാക്ടിക്കലി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഫോർ ഓഫ് വാൻസ് ആൻഡ് എംപറർ, അവിടെയും ഇതേ പ്രശ്നം തന്നെയാണ്. ഇവർക്ക് നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ട് ഒരു ലൈഫ് തുടങ്ങണം എന്നൊക്കെ അവർ തീർച്ചയായിട്ടും വളരെയധികം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഉയർന്ന പദവിയിലുള്ള വ്യക്തിയായിരിക്കാം, ഏജ് ഡിഫറൻസ് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെന്താണ് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ എല്ലാം അവരെ ബോധർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു തടസ്സമായിട്ട് ഇവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്ന ഈ തടസ്സങ്ങളൊക്കെ മറികടന്ന് നിങ്ങളെ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ പ്രാക്ടിക്കലി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഇവരുടെ ഏജ്, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, വലിയ പദവി, അതിനെ പറ്റിയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കുറച്ച് കാർഡ്സ് കൂടി തരൂലേ? പ്രാക്ടിക്കൽ തോട്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരും. ഡെവിൾ, അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന എന്താ അറിയോ, നിങ്ങളോട് തോന്നുന്ന സത്യത്തിൽ സ്നേഹമാണോ അല്ല വെറും ഒരു അട്രാക്ഷൻ ആണോ, കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് വെയർ ഓഫ് ചെയ്തു പോകുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. തിരിച്ചു ആവാം, നിങ്ങൾക്ക് അവരോട് തോന്നുന്നത് വെറും ഒരു അട്രാക്ഷൻ ആണോ, ആത്മാർത്ഥമായ സ്നേഹമാണോ, അതിനെക്കുറിച്ചും അവർ ഡൗട്ട്ഫുള്ളാണ് എന്നും കാണുന്നു. പ്രാക്ടിക്കലി ആലോചിക്കുമ്പോൾ അത് പോസിബിൾ ആണോ, അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ അവര്. 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അവർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഒരുപാട് തന്നെ ഉണ്ട്. കടങ്ങൾ ഉണ്ടായിരിക്കാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് നിങ്ങളെ കാണാൻ വരുമ്പോഴേക്കും അവരെ വിട്ടു പോയിട്ടുണ്ടാവും എന്നൊരു ചിന്ത, നിങ്ങളെ ഈ കഷ്ടപ്പാടിലേക്ക് നിങ്ങളെയും കൂടി വലിച്ചഴയ്ക്കുന്നത് ശരിയല്ല എന്നുള്ള ചിന്ത, അതും അവരെ തടസ്സപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ദ വേൾഡ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ്, ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം നിങ്ങളോ അവരോ, ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു ചിന്ത ഇനി അവർക്ക് എപ്പോഴാണ് നാട്ടിലേക്ക് വരാൻ പറ്റുക എന്നൊന്നും അറിയില്ല, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വളരെ പ്രാക്ടിക്കലായിട്ട് അവർ തടസ്സപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ജഡ്ജ്മെന്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ ഒരു സെപ്പറേഷൻ കേസ് എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ വിധി കിട്ടിയിട്ടില്ല. അതിൻ്റെ വിധി കിട്ടും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണെങ്കിൽ ആ വിധി കിട്ടാൻ വൈകുമോ എന്നുള്ള ചിന്ത അവരെ അലട്ടുന്നുണ്ട് കേട്ടോ. അതും ഒരു പ്രാക്ടിക്കൽ തോട്ടാണ്. ഇത് പോസിബിൾ ആണോ, ഇത് എത്രയും വേഗം നടക്കുമോ, നീണ്ടു പോകുമോ, ഇവർ ഹാങ്ങിങ്ങിലായിട്ട് ഇരുന്നു പോകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവരെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ്, ഒരു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എയ്തർ സൈഡായിരിക്കാം, കുറച്ച് ഈഗോ വെച്ച് പുലർത്തുന്ന വ്യക്തിയായിരിക്കും കേട്ടോ. പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, ഒരു സോറി ഒന്നും പറയാത്ത, ഒരു സോറി ഒന്നും ഈ പേഴ്സന്റെ സൈഡിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല.
അപ്പോൾ ഈ സ്വഭാവം വെച്ചിട്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോസിബിൾ ആണോ? നിങ്ങൾ ചിന്തിക്കുന്നതാവാം, അവർ ചിന്തിക്കുന്നതാവാം. ഈ ഈഗോയിസ്റ്റിക് ക്യാരക്ടർ വെച്ചിട്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണോ, നല്ലതിനാണോ, അത് നന്നായി വരുമോ, അത് പിന്നീട് പ്രശ്നമാവില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എംപ്രസ് വെച്ചിട്ട് നിങ്ങളുടെയോ അവരുടെയോ ലൈഫിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഈവൻ സെപ്പറേറ്റഡ് ഒക്കെ ആണെങ്കിൽ പോലും കുട്ടികളുടെ സാന്നിധ്യം അവിടെ കാണുന്നു. ഓക്കെ, കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ അവിടെ നിങ്ങളുടെ പേഴ്സണോ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ അത് കളഞ്ഞിട്ട് റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചിന്ത. ഇതിലേക്ക് റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്താൽ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം അങ്ങനെയും ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ലാസ്റ്റ് കാർഡ് ഷഫിൾ ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ. ഈ സമയം മാറി വന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ചിന്ത. ഓക്കെ, ഇപ്പൊ ആകെ മൊത്തം കഷ്ടകാലമാണ്, അങ്ങനെ നമ്മൾ പറയില്ലേ. ഇപ്പൊ ആകെ മൊത്തം കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. ഈ കലക്കവെള്ളം തെളിഞ്ഞു വന്നാലേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇത്രയും പ്രാക്ടിക്കൽ ചിന്തകളാണ് അവിടെ കിടക്കുന്നത് അല്ലേ. ഈ സമയം എല്ലാം മാറി പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരണം. അതിന് ഏത് കാലത്താണ് എന്ന് നമ്മൾ ചിന്തിക്കില്ലേ. എപ്പോഴാണ് മനസ്സ് തെളിഞ്ഞ് ചിന്തകൾ തെളിഞ്ഞ് നമുക്ക് ഒന്നിക്കാൻ സാധിക്കുക എന്നുള്ള കാലം തന്നെ തെളിയിക്കട്ടെ എന്നുള്ള രീതിയിൽ ഉള്ള ചിന്ത. വെയിറ്റ് ചെയ്യാം എന്ന് പ്രാക്ടിക്കലി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷണൽ തോട്ട്സ്, പിന്നെ മോസ്റ്റ് പ്രാക്ടിക്കൽ തോട്ട്സ്. അപ്പോൾ ഇത്രയും മതി എന്നല്ലേ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.